തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം AIADMK സഖ്യത്തിന് സാധ്യത തെളിയുകയാണ്. വിജയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയെ നേരിട്ട് കണ്ടു. ഒരുമിച്ച് നിന്നാൽ DMKയെ തോൽപ്പിക്കാനാകുമെന്ന പ്രതീക്ഷ ഇരു ക്യാമ്പുകളിലുമുണ്ട്. പാർട്ടികൾക്കപ്പുറം സഖ്യങ്ങളാണ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനം. മുന്നണി സമവാക്യങ്ങൾ ജയപരാജയങ്ങളെ നിശ്ചയിക്കുമെന്നതിനാൽ ഓരോ പാർട്ടികളും അതിനുള്ള തയ്യാറെടുപ്പ് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. അതിനിടയിലാണ് വിജയുടെ തമിഴക വെട്രിക്കഴകത്തിന് തന്ത്രമൊരുക്കാൻ പ്രശാന്ത് കിഷോർ എത്തിയത്. AIADMKയുടെ പല ക്യാമ്പയിനുകൾക്കും പിന്നിൽ പ്രശാന്ത് കിഷോർ ആയിരുന്നു. പ്രശാന്ത് കിഷോറിന്റെ വരവോടെ TVK AIADMKയ്ക്ക് കൈകൊടുക്കാൻ ഇടയുണ്ടെന്ന അഭ്യൂഹമുണ്ടായി. ഊഹാപോഹങ്ങൾക്ക് കരുത്തുപകർന്ന് വിജയുമായി 3 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രശാന്ത് കിഷോർ നേരെ പോയത് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയെ കാണാൻ. TVKയ്ക്ക് തനിച്ച് 20% വോട്ട് വരെ കിട്ടുമെന്നാണ് പ്രശാന്ത് കിഷോർ കണക്ക് കൂട്ടുന്നത്. ഇതിനൊപ്പം AIADMKയുടെ ഉറച്ച വോട്ടുകൾ മാത്രം ചേർന്നാലും DMKയെ മറിച്ചിടാനാകുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ സഖ്യസാധ്യത പലതവണ TVK തള്ളിയിരുന്നു. ഒപ്പം വിജയിയെ മുഖ്യമന്ത്രിയായി അംഗീകരിക്കുന്നവരെ മാത്രമേ ഒപ്പം ചേർക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കി. എന്നാൽ മാറിയ സാഹചര്യത്തിൽ മറിച്ച് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. BJPയോടൊപ്പം ചേരുന്നത് നിലവിൽ ചിന്തിക്കാനാകാത്തതിനാൽ AIADMKയ്ക്കും കരുത്തരായ ഒരു കൂട്ട് അനിവാര്യം. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ.